ഹായ് ഫ്രണ്ട്സ്, റൊമാൻസ് ഇൻ ദി ഹൗസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മിറയുടെ അച്ചെൻജിൻ എങ്ങനെ അവിടെ എത്തി എന്നാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ശരിക്കും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആളല്ല ആ വില്ല മേടിച്ചത്. അയാൾ ഒരു ടാക്സ് അക്കൗണ്ടന്റ് മാത്രമാണ്, അതും മിറയുടെ അച്ഛന്റെ. അവർ രണ്ടുപേരും കൂടിയാണ് വില്ലയിലേക്ക് എത്തുന്നത്. എന്നാൽ ഒരു കോൾ വന്ന് ടാക്സ് അക്കൗണ്ടന്റ് മാറുന്ന സമയത്താണ് മിറയുടെ അമ്മ കരയുന്ന ശബ്ദം അച്ഛൻ കേൾക്കുന്നതും അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതും. വീഴാൻ പോയ മിറയുടെ അമ്മയെ അച്ഛൻ ഓടി വന്ന് പിടിക്കുന്നതും. നിങ്ങളാണോ ഇവിടെ താമസിക്കുന്നത്? ഞാനാണ് പുതിയ ലാൻഡ് ലോർഡ് എന്ന് അച്ഛൻ പറയുന്നു. മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന അച്ഛൻ തിരിച്ചു വരികയും അവർ താമസിക്കുന്ന വില്ല അച്ഛനാണ് മേടിച്ചത് എന്നറിഞ്ഞ് എല്ലാവരും ഞെട്ടുന്നു. അപ്പോഴാണ് ടാക്സ് അക്കൗണ്ടന്റ് അങ്ങോട്ടേക്ക് വരുന്നത്. താനൊരു ടാക്സ് അക്കൗണ്ടന്റ് മാത്രമാണെന്നും അദ്ദേഹമാണ് ഈ വില്ല മേടിച്ചതെന്നും ടാക്സ് അക്കൗണ്ടന്റ് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് 11 വർഷം മുന്നേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. ഡൈവോഴ്സ് ആയിട്ട് പുറത്തിറങ്ങി വരുന്ന മിറയുടെ അച്ഛൻ തനിക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ എന്ന് മിറയുടെ അമ്മയോട് ചോദിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് ഞാൻ തന്നു കഴിഞ്ഞെന്നും ഇതായിരുന്നു അവസാനത്തെ എന്നും മിറയുടെ അമ്മ പറയുന്നു. എന്റെ കൂടെ എങ്ങനെ താമസിച്ചു എന്ന് മിറയുടെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്നു. തന്റെ ലൈഫിൽ തനിക്ക് കിട്ടിയ ഒരു നല്ല കാര്യമാണ് മിറയും അവന്റെ സഹോദരനും. അതേപോലെ എന്റെ ജീവിതത്തിൽ മോശമായി നടന്ന ഒന്നാണ് നിങ്ങളെ കണ്ടുമുട്ടിയത് എന്ന് അമ്മ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഫ്ലാഷ് ബാക്ക് സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ നമ്മളെ കാണിക്കുന്നത് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന മിറയുടെ അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. മിറയുടെ അച്ഛൻ ഒരു അത്ലറ്റ് ആയിരുന്നു. ചെറുപ്പത്തിലെ കല്യാണമൊക്കെ കഴിഞ്ഞ് മിറ ഉണ്ടായി. തുടർന്ന് പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കാൻ അതെല്ലാം വിട്ട് ബിസിനസ്സിലേക്ക് കയറി. മിറയുടെ അച്ഛൻ ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചു. എന്നാൽ ഭക്ഷണത്തിൽ ചീഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു എന്നതിന്റെ പേരിൽ ആ കട പൂട്ടേണ്ടി വന്നു. അതിനുശേഷം ലോണൊക്കെ ഇട്ട് ഒരു ലഘു ഭക്ഷണശാല ആരംഭിച്ചു. ലോൺ എടുത്തും സഹോദരിയുടെ കയ്യിൽ നിന്ന് മേടിച്ചും പലിശക്കെടുത്തുമായിരുന്നു ആ ലഘു ഭക്ഷണശാല അവർ ആരംഭിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനെന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ പറയുന്നില്ല. അതിനുശേഷമാണ് മിറയുടെ അമ്മ അച്ഛനെ ഡൈവോഴ്സ് ചെയ്യുന്നത് എന്ന് ഗ്രാൻഡ്മ പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് കത്ത് നശിച്ച 302 അപ്പാർട്ട്മെന്റിലേക്ക് താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ മിറയുടെ അച്ഛനെയാണ്. അപ്പാർട്ട്മെന്റ് റിനോവേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം അയാൾ മേടിക്കുന്നു. സ്കൂളിൽ പോവാതെ 302 അപ്പാർട്ട്മെന്റിലെത്തി അച്ഛനോട് സംസാരിച്ചിരിക്കുകയാണ് അനിയൻ. എല്ലാവരും അച്ഛൻ മരിച്ചതായാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് അനിയൻ പറയുമ്പോൾ അതെന്താ കാര്യമെന്ന് അച്ഛൻ തിരക്കുന്നു. ആക്സിഡന്റ് ന്യൂസ് കണ്ട സമയം ആന്റിയെ വിളിച്ച് ചോദിച്ചെന്നു. ആ സമയമാണ് ആന്റി പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഇല്ല എന്നും അച്ഛൻ മരിച്ചുപോയെന്നും. അത് കേട്ട് അച്ഛൻ മരിച്ചു എന്ന് അവരെല്ലാം വിശ്വസിച്ചു. എന്നാൽ തങ്ങൾ വഴക്കിട്ട ശേഷം മുതൽ ആന്റി അങ്ങനെയാണ് പറയുന്നതെന്ന് അച്ഛൻ പറയുന്നു. ആ സമയത്താണ് മിറ അവിടേക്ക് വരുന്നത്. സ്കൂളിൽ പോകാതെ നിൽക്കുന്ന അനിയനെ വഴക്കു പറഞ്ഞ മിറ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഈ ആഴ്ച തന്നെ തങ്ങൾ അപ്പാർട്ട്മെന്റ് മാറാമെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതിയെന്നും അമ്മയെ കോണ്ടാക്ട് ചെയ്യണ്ട എന്നും മിറ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ മിറ അമ്മയെയും സഹോദരനെയും വിളിച്ച് സംസാരിക്കുന്നു. ഇന്നു മുതൽ പുതിയ അപ്പാർട്ട്മെന്റ് തിരക്കാമെന്നും സൺഡേ തന്നെ മാറാമെന്നും മിറ പറയുന്നു. എന്നാൽ ഡെപ്പോസിറ്റായി ഒരു എമൗണ്ട് കൊടുക്കേണ്ടേ എന്ന് അമ്മ തിരക്ക്. അത് നമുക്ക് ലോൺ എടുക്കാമെന്നും മിറ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് മിറയും അമ്മയും പല സ്ഥലങ്ങൾ തിരക്കി ഇറങ്ങുന്നു. ഫാമിലി വില്ലയ്ക്ക് 3 ബില്യൺ മോഡാണെന്ന് അറിഞ്ഞ് അനിയൻ ഞെട്ടുന്നു. അച്ഛൻ ഇത്രയും തുക മുടക്കിയാണോ ഈ വില്ല മേടിച്ചതെന്ന് അറിഞ്ഞ് അവൻ ആശ്ചര്യപ്പെടുന്നു. പല സ്ഥലങ്ങളും കണ്ട് അവിടെയെല്ലാം ഓരോ കുറ്റം പറഞ്ഞ് അമ്മ അതെല്ലാം മുടക്കുന്നു. അപ്പോഴേക്കും 302 മുറിയെല്ലാം റിനോവേറ്റ് ചെയ്തു കഴിഞ്ഞിരുന്നു മിറയുടെ അച്ഛൻ. സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന സമയത്താണ് വില്ലയിലെ മറ്റു താമസക്കാർ വന്ന് അച്ഛനെ പരിചയപ്പെടുന്നത്. ആ സമയത്താണ് കണ്ണാടി അങ്ങിൽ നിഗൂഢമായി നമ്മുടെ മിറയുടെ അച്ഛനെ നോക്കുന്നത്. മിറയുടെ അച്ഛന് തീപിടുത്തത്തിൽ എന്തോ പങ്കുണ്ടെന്ന് അയാൾ സംശയിക്കുന്നു. അങ്ങനെ പരിചയപ്പെടുന്നതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ അപ്പൂപ്പന് മിറയുടെ അച്ഛനെ കണ്ട് നല്ല പരിചയമുണ്ടെന്ന് പറയുന്നത്. എന്നാൽ തന്റെ മുഖം ഫെമിലിയർ ആയ ഒരു മുഖമാണെന്ന് പറഞ്ഞ് മിറയുടെ അച്ഛൻ വിഷയം മാറ്റുന്നു. സാധനങ്ങളെല്ലാം 302 അപ്പാർട്ട്മെന്റിലേക്ക് എടുത്തു വെക്കാൻ അനിയൻ സഹായിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികനായ ജയയാണ്. രാവിലെ തന്നെ ഭക്ഷണമെല്ലാം തയ്യാറാക്കി ജയ കമ്പനിയിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ ഒരു പെട്ടിയിൽ നിന്ന് ഒരു ബാഗ് എടുക്കുന്ന സർവന്റിന്റെ കയ്യിൽ നിന്നും പിടിച്ചു മേടിക്കുന്ന മിറയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. ഇതൊന്നും എടുക്കണ്ട എന്നും പറഞ്ഞ് മിറയുടെ അച്ഛൻ അത് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കുന്നു. പിന്നീട് നമ്മുടെ കണ്ണാടി അങ്കിളിനെയാണ് കാണിക്കുന്നത്. മിറയുടെ അച്ഛനെ അയാൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഇപ്പോഴും കണ്ണാടി അങ്കിൾ മിറയുടെ അച്ഛനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. മുറിയൊക്കെ വൃത്തിയാക്കുന്ന മിറയുടെ അച്ഛന് കുറെ കത്തിക്കരിഞ്ഞ സാധനങ്ങളുള്ള ഒരു ബോക്സ് ലഭിക്കുന്നു. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടാക്സ് അക്കൗണ്ടന്റ് മുറിയിലേക്ക് വരുന്നത്. മുറിയുടെ മാറ്റം കണ്ട് അയാൾ തന്നെ അതിശയപ്പെടുന്നു. അടുത്ത സീനിൽ മീറ്റിംഗിൽ ഇരിക്കുന്ന മിറയാണ് കാണിക്കുന്നത്. അവൾക്ക് അമ്മയുടെ അടുത്ത് നിന്നും മെസ്സേജ് വരുന്നുണ്ട്. ഏതോ ഒരു പുതിയ വീട് കണ്ടെന്നും ആ ലാൻഡ് ലോഡിനോട്
ഡെപ്പോസിറ്റ് തുക കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ അത് നിഷേധിച്ചു എന്ന് അമ്മ പറയുന്നു. തുടർന്ന് മീറ്റിംഗിൽ നിന്നിറങ്ങിയ മിറ അമ്മയെ വിളിച്ച് തനിക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ടെന്നോ വൈകുന്നേരം പിക്ക് ചെയ്യാൻ വരാമെന്നും പറയുന്നു. ആ സമയം തന്നെയാണ് മിറയ്ക്ക് മറ്റൊരു കോൾ വരുന്നത്. അമ്മയാണെന്ന് വിചാരിച്ച് മിറ പെട്ടെന്ന് തന്നെ കോൾ എടുക്കുന്നു. എന്നാൽ അത് മിറയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. മിറയുടെ മുന്നിൽ നിന്ന് തന്നെയായിരുന്നു അയാൾ വിളിച്ചിരുന്നത്. പലതവണയായി അയാൾ വിളിക്കുമ്പോഴും മിറ എടുക്കാന് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനോ തയ്യാറായിരുന്നില്ല. മിറയുടെ അടുത്ത് വന്ന അയാൾ നമുക്കിനി ബ്രേക്കപ്പ് ആവാമെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നു. എന്നെങ്കിലും ഞാൻ നിന്റെ പ്രയോറിറ്റി ആയിരുന്നു എന്ന് ബോയ് ഫ്രണ്ട് തിരക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ നിന്ന് മിറ നാണം കിടുന്നു. മതി നിർത്ത്, എല്ലാവരുടെ മുന്നിൽ തന്നെ നാണം കിടത്തിയപ്പോ സമാധാനമായല്ലോ, ഇനി പൊക്കോളൂ എന്ന് മിറ ദേഷ്യത്തോട് പറയുന്നു. അയാൾ തിരിച്ചു പോകുന്നു. ആ സമയത്ത് മിറയുടെ കൊളീഗ്സും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കൊളീഗ്സിന്റെ മുന്നിൽ നാണം കെട്ട മിറ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ തിരിച്ചു നടന്നു. ജയും ഇതെല്ലാം കണ്ടിരുന്നു. ജയ് അവളുടെ പുറകിന് പോയി ലിഫ്റ്റ് തരാമെന്ന് പറയുന്നു. കൊളീഗ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി മിറ ജയയുടെ സൈക്കിളിന്റെ പുറകിൽ കയറി. ജയ് മിറയെ ഒരു ബെഞ്ചിലിരുത്തി. കൊളീഗ്സിനെ കണ്ട് തിരിഞ്ഞു നടക്കുന്ന സമയം മിറ താഴെ വീണ് അവളുടെ കാലിന് മുറിഞ്ഞിരുന്നു. അതിന് ബാൻഡേജ് മേടിക്കാനാണ് ജയ് പോയത്. ബാൻഡേജ് വാങ്ങി മിറ ജയോട് നന്ദി പറയുന്നു. തന്റെ ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് ജയ് ആണെന്നും അത് എത്രയാണെന്ന് പറഞ്ഞാൽ മതി താൻ നൽകാമെന്ന് മിറ പറയുന്നു. എന്നാൽ മിറയുടെ കൈ പൈസ ഒന്നും ഇല്ലായിരുന്നു. അക്കൗണ്ട് നമ്പർ തന്നാൽ മതി, അതിലേക്ക് അയക്കാമെന്ന് മിറ പറഞ്ഞു. എന്നാൽ അത്രയൊന്നും ആയില്ല എന്ന് പറഞ്ഞ് ജയ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ കൂട്ടുകാരിയോട് സംസാരിച്ചിരിക്കുന്ന മിറയാണ് കാണിക്കുന്നത്. താൻ ആരെയും ഇപ്പോൾ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മിറ പറയുന്നു. താൻ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണെന്നും 2 ദിവസത്തിനുള്ളിൽ കോർട്ടിൽ പോവെന്നും ഇപ്പോൾ ലൈഫൊക്കെ എൻജോയ് ചെയ്യാനും ഫ്രണ്ട് മിറയോട് പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ സുന്ദരി ആന്റിയുടെ പാർലറാണ് കാണിക്കുന്നത്. അതേ പാർലറിൽ തന്നെയാണ് നമ്മുടെ കണ്ണാടി അങ്കിളിന്റെ വൈഫും ജോലി ചെയ്യുന്നത്. പാർലറിലേക്ക് വന്ന ഗ്രാൻഡ്മ ആന്റിയോട് ബെറ്റിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നു. വില്ലയിലുള്ള എല്ലാവരും ജിൻ എങ്ങനെയാണ് റിച്ച് ആയത് എന്ന് പറഞ്ഞ് ബെറ്റ് വെച്ചിരിക്കുന്നു. എന്നാൽ ഇതുവരെയും സുന്ദരി ആന്റി നമ്മുടെ ജിന്നിനെ കണ്ടിട്ടില്ല. നമ്മുടെ മിറയുടെ അമ്മയുടെ എക്സ് ഹസ്ബൻഡ് ആണ് പുതിയ ലാൻഡ് ലോർഡ് എന്ന് മാത്രമേ നമ്മുടെ സുന്ദരി ആന്റിക്ക് അറിയത്തുള്ളായിരുന്നു. ക്രിപ്റ്റോ കോയിൻ, സ്റ്റോക്ക്, ലോട്ടറി ഒക്കെ കാരണമാണ് ജിൻ റിച്ച് ആയതെന്ന് ഓരോരുത്തരും ബെറ്റ് വെക്കുന്നു. അടുത്ത സീനിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നിന്റെ കയ്യിൽ നമുക്കൊരു ടാറ്റു കാണാം. പൊതുവെ ഗ്യാങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ദേഹത്തുള്ള പോലത്തെ ഒരു ടാറ്റു. കുളിച്ച് റെഡിയായി വന്ന ജിന്നിന്റെ അടുത്തേക്ക് നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് വരുന്നു. പുള്ളി ജിന്നിനോട് എങ്ങനെയാണ് റിച്ച് ആയതെന്ന് തിരക്കുന്നു. ജിന്നിന്റെ പേരിൽ ബെറ്റ് വെച്ചേക്കുവാണെന്നും ജയിക്കുന്നവർക്ക് 50,000 മോണാണ് ലഭിക്കുന്നതും എന്ന് നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് പറയുന്നു. ക്രിപ്റ്റോ കോയിൻ, സ്റ്റോക്ക്, ലോട്ടറി ഇത് ഏത് വഴിയാണ് നിങ്ങൾ റിച്ച് ആയതെന്ന് നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് തിരക്കുന്നു. എന്നാൽ നിങ്ങൾ എല്ലാവരും ഈ 50,000 വോൺ നഷ്ടമാക്കൂ എന്ന് പറഞ്ഞ് ജിൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ വില്ലയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ജിന്നിനെയും മിറയുടെ അമ്മയുമാണ് കാണിക്കുന്നത്. തന്നോടൊന്നും ചോദിക്കാനില്ലേ എന്ന് ജിൻ തിരക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡും വയസ്സായ അപ്പൂപ്പനും എല്ലാം നമ്മുടെ സുന്ദരി ആന്റിയുടെ പാർലറിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൂപ്പൻ ഇപ്പോഴും ജിന്നിനെ എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ തോന്നുന്നു. എന്നാൽ ജിന്നിന് കോമൺ ഫേസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് ആ വിഷയം മാറ്റുന്നു. പിന്നീട് നമ്മുടെ ജയ് ആണ് കാണിക്കുന്നത്. ജയ് ഒരു കരാട്ട ക്ലാസ് നടത്തുന്നു. ജെ+ലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് കരാട്ട ക്ലാസ് നടത്തുന്നത്. നടന്നു വരുന്ന മിറ തങ്ങളുടെ പഴയ സ്നാക്സ് ബാറിന്റെ മുന്നിൽ എത്തുന്നു. ഇപ്പോൾ അവിടെ മറ്റൊരു കടയാണ്. മിറ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. നമ്മുടെ കുട്ടി മിറയും അമ്മയും കടയുടെ മുന്നിൽ നിന്ന് ഇത് വിജയിക്കും എന്നൊക്കെ പറയുന്നു. അവർ കടയെല്ലാം വൃത്തിയാക്കുന്നു. ആ സമയമാണ് അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛനെ മാറ്റി നിർത്തി അമ്മ സംസാരിക്കുന്നു. ലോണൊക്കെ എടുത്താണ് ഇത് തുടങ്ങിയത്, നിങ്ങൾ വേറൊന്നും ചെയ്യില്ല എന്ന് അമ്മ പറയുന്നു. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ തന്നോട് ചോദിക്കണം എന്ന് അമ്മ പറയുന്നു. അച്ഛൻ അതെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നു. കടയിൽ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ജിൻ പൈസ കൊടുക്കാനുള്ളവർ കടയിലേക്ക് എത്തുന്നതും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നത്. പൈസ തരാനുള്ളവർ കടയും വീടും അവരുടെ പേരിൽ എഴുതി മേടിക്കുന്നു. ആ സമയത്താണ് മിറ കടയിലേക്ക് വരുന്നത്. അമ്മ നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് തന്നു കഴിഞ്ഞു, നിങ്ങൾ മരിക്കുന്നത് വരെ എന്റെ ഫാമിലിയിൽ നിന്നും വിട്ടു നിൽക്കണം എന്ന് മിറ പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് മിറയും അമ്മയും വീട് നോക്കാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. മിറയ്ക്ക് വീട് ഇഷ്ടമായെങ്കിലും അമ്മ അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ അടയ്ക്കുന്നതിന് ഇരട്ടി വാടകയാണെന്ന് പറഞ്ഞ് അമ്മ അത് മുടക്കുന്നു. അമ്മയ്ക്ക് അവിടെ നിന്ന് മാറാൻ താല്പര്യമില്ലേ എന്നും അനിയൻ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ച് മിറ അമ്മയോട് ദേഷ്യപ്പെടുന്നു. അവൻ അച്ഛന്റെ പുതിയ വീട്ടിൽ നിന്നും ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു. താൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ച് അമ്മ അവിടെ നിന്നും പിണങ്ങി പോകുന്നു. ദേഷ്യപ്പെട്ട അമ്മ ഡ്രിങ്ക്സ് അടിക്കാൻ കൊച്ചെറുക്കന്റെ ഷോപ്പിലേക്ക് പോകുന്നു. ആ സമയം മിറയുടെ അച്ഛൻ ജിന്നും അവിടേക്ക് എത്തുന്നു. മിറയുടെ അമ്മ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ചെയറിൽ വന്നിരുന്ന അമ്മയോട് ജിൻ സംസാരിക്കുന്നു. എന്നാൽ മിറയുടെ അമ്മ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്നറിഞ്ഞിട്ടല്ലേ ഈ വില്ല മേടിച്ചത് എന്ന് അമ്മ ജിന്നിനോട് ചോദിക്കുന്നു. എന്നാൽ അല്ല എന്ന് അച്ഛൻ പറയുന്നു. നിങ്ങൾ കള്ളം പറയുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് അമ്മ ജിന്നിനോട് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് അമ്മയെ തിരക്കി ഇറങ്ങുന്ന മിറയാണ് കാണിക്കുന്നത്. മിറ നമ്മുടെ ആന്റിയുടെ പാർലറിലൊക്കെ പോയി അമ്മ അവിടെ ഉണ്ടോ എന്ന് തിരക്കുന്നു. ആ സമയം മിറയുടെ അമ്മയും അച്ഛനും കൂടെ റോഡിൽ കിടന്ന് വഴക്ക് കൂടുന്നു. നിങ്ങൾ എന്തിനാണ് ഇത് മേടിച്ചത്, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് അമ്മ ദേഷ്യപ്പെടുന്നു. എന്താ കാര്യമെന്നറിയില്ലേ, നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് എന്ന് മിറ
മിറയുടെ അച്ഛൻ മറുപടി പറയുന്നു. മിറയുടെ അച്ഛൻ മിറയുടെ അമ്മയുടെ കൈ പിടിച്ചായിരുന്നു ഇതൊക്കെ സംസാരിച്ചത്. ഇത് കണ്ടുവരുന്ന മിറയ്ക്ക് ദേഷ്യം വരുന്നു. എന്തായി കാണിക്കുന്നത്, കൈ എടുത്ത് എന്നും പറഞ്ഞ് മിറ ദേഷ്യത്തോട് ഓടി വരുന്നു. ആ സമയം തന്നെ ജെ എവിടെ നിന്നോ വന്ന് അച്ഛനൊരു കിക്ക് കൊടുക്കുന്നു. ജിൻ ഒരു പൂവാലനാണെന്നും അമ്മയെ ഉപദ്രവിക്കുകയാണെന്ന് വിചാരിച്ചായിരുന്നു ജെ വന്ന കിക്ക് ചെയ്തത്. എന്നാൽ താഴെ വീണ ജിന്നിന്റെ അടുത്തേക്ക് ഹണി എന്ന് പറഞ്ഞ് ഓടി നമ്മുടെ മിറയുടെ അമ്മ ചെല്ലുന്നു. അപ്പോഴാണ് പറ്റിയ അബദ്ധം നമ്മുടെ ജെയ്ക്ക് മനസ്സിലായത്. ജിൻ എഴുന്നേറ്റ് ജെയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ജിന്നിനെ ഒന്ന് നേരെ നിൽക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ മിറ ജിന്നിനെ പിടിച്ചൊരു തെള്ളു വെച്ചു കൊടുത്തു. ജിന്ന് പിന്നെയും താഴെ വീണു. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ മരിച്ചു എന്ന് വിശ്വസിച്ചിരിക്കുന്ന ജിൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൂപ്പന്റെ മരണത്തിന് ഇനി ജിന്നിന് എന്തെങ്കിലും പങ്കുണ്ടോ? നമ്മുടെ മിറയും അച്ഛനും അമ്മയും സഹോദരനും എല്ലാം ഇനി ഒരുമിച്ചായിരിക്കുമോ താമസിക്കുന്നത്? നമ്മുടെ കഥാനായകനാണല്ലോ ജെ. ജെയും മിറയും ഇനി എങ്ങനെയായിരിക്കും പ്രണയത്തിലാവുന്നത്? ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാം. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രാമയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.